ഇതൊരു സിനിമയാണ്. നമ്മൾ സിനിമ സ്കേപ്പിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ വിഷ്വൽ ട്രീറ്റ് ഈ സിനിമയിൽ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. യൂഷ്വൽ ടെംപ്ലേറ്റ് സിനിമയല്ല. ഇത്ര സമയത്തിൽ പാട്ട്, ഇത്ര സമയത്തിൽ അടി. ഇതിപ്പോ ഇവന്മാർക്ക് നമ്മൾ കാവൽ നിൽക്കുന്ന പോലെ അല്ലേ സാറേ? റോ ആയിട്ട് സത്യം ഇപ്പൊ പറയാൻ പറ്റുമോ സിനിമയുടെ അകത്ത്? ഉറപ്പായിട്ട് പറയാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള കോൺസിക്വൻസ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം മതി. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കാം. എന്താണ് നമുക്കിപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ കാണാൻ പറ്റാത്തത് എന്ന നിലക്കാണ് ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇഷ്ക് കഴിഞ്ഞിട്ട് ഏറെക്കുറെ ഒരു അരപ്പത്തിട്ടുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ 6 വർഷമായി. കറക്റ്റാണ്. ഇഷ്കിന്റെ ക്ലൈമാക്സ് അതായിരുന്നില്ല. ഇഷ്കിന്റെ പാരൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ആണ് അത്. മഞ്ഞത്താളിച്ചാരുടെ അല്ല ഒരു പുരുഷന്റെയും സ്ത്രീന്റെയും സ്വാതന്ത്ര്യം നിശ്ചയിക്കേണ്ടതെന്നാണ് സച്ചി വസുതയോട് പറയുന്നത്. അവിടെ പുറത്തേക്ക് ഇറങ്ങില്ല സാർ, ആൾക്കാരെ കാണൂല്ലേ സാർ? പ്ലീസ് സാർ, നീ എന്തിനു വിളിക്കണ്? ഇവനെന്തിനു വിളിക്കണ്? ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു? നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ആരോടും അറിയാതെ ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ പ്രൊഡക്ഷൻ ഹൗസിൽ കാണിക്കുന്നു. അത് നല്ലതായതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്നു. ആ സിനിമയിൽ അങ്ങനെ മാറ്റേണ്ടി വന്നെങ്കിലും ആ സംഭവം പബ്ലിക് ഡൊമൈനിലേക്ക് വീണ്ടും വന്നല്ലേ? വന്നു സെർച്ചിൽ വന്നു. അതിന്റെ പർപ്പസ് മീറ്റ് ചെയ്തെന്നുള്ളതാണ്. പൊളിറ്റിക്സ് അവിടെ മീറ്റ് ചെയ്തു. എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരണം വരുമ്പോൾ പ്രതികരിച്ച ആളുകൾക്കൊക്കെ റൈഡ് വരിക, അതിൽ സ്വാഭാവികതയുള്ള പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്കെതിരൊക്കെ റെയ്ഡിനെ കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. എന്നാണ് അതിന് മാത്രം റെയ്ഡിന് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരാളുമല്ല ഞാൻ. എല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എതിർ ശബ്ദങ്ങളെ ആസ്വദിക്കാൻ പറ്റണം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നരിവേട്ട എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ എഴുത്തുകാരൻ എബിൻ, സിനിമയുടെ സംവിധായകൻ അനുരാജ് എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. ജീവിതത്തിൽ എല്ലാ ആളുകളും ഒരു സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആദിവാസി സമൂഹത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ പലർക്കും അവർക്ക് നല്ല വിദ്യാഭ്യാസത്തിന്, നല്ല ഭക്ഷണത്തിന്, നല്ല താമസ സ്ഥലത്തിനൊന്നും ഫസ്റ്റ് ചാൻസ് പോലും കിട്ടാറില്ല. ഈ കോൺഫ്ലിക്റ്റ് എപ്പോഴും നരിവേട്ടയിലേക്ക് വന്നിട്ടുണ്ട്? ഉറപ്പായിട്ടും നമ്മളിത് ഇങ്ങനൊരു സംഗതി ആലോചിക്കുന്ന സമയത്ത് തന്നെ അത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. കാരണം നല്ല എഡ്യൂക്കേഷൻ മാത്രമല്ല, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇപ്പം ഒരു അസുഖം വന്നാൽ നല്ല ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ഒന്നുമില്ല. കാരണം ഇത് കൂട്ടമായിട്ട് നമ്മുടെ ഗോത്ര സമൂഹം കാലങ്ങളായി താമസിക്കുന്നത് കാടിനോട് ചേർന്നിട്ടാണ്, കാടിനകത്താണ്. അപ്പോൾ അവിടെ നിന്നൊരു ഹോസ്പിറ്റലിൽ എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ബെറ്റർ ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിൽ എത്തുക എന്ന് പറയുന്നത്. ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പം കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്. കാര്യം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്കൂളുകളുണ്ട്, ഗ്രാൻഡുകളുണ്ട്, എക്സ്ക്ലൂസീവായിട്ട് സ്കൂളുകളുണ്ട്. പിന്നെ ഈ ഉൾക്കാട്ടിൽ നിന്നൊക്കെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വാഹനങ്ങളുണ്ട്. കൃത്യമായിട്ട് അവർ സ്കൂളുകളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനമുണ്ട്. ടീച്ചേഴ്സ് അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. കാരണം എൻ്റെ വീട് കീഴ്പ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അതിന് തൊട്ടപ്പുറത്താണ് ആറളം ഫാമുള്ളത്. അപ്പം ഫാമിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള കുട്ടികൾ കിലോമീറ്ററുകൾ നടക്കണം സ്കൂളിലെത്താൻ. അപ്പം അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് പകരം ബസ്സുകൾ ഏർപ്പാടാക്കി, വാഹനങ്ങൾ സെറ്റ് ചെയ്തു. അപ്പോൾ ടീച്ചേഴ്സ് പോകും രാവിലെ, അല്ലെങ്കിൽ സ്റ്റാഫ് പോകും, എന്നിട്ട് കുട്ടികളെ പിക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ടുവരും. അപ്പം അവർക്ക് അതിന് സ്കൂളൊക്കെ നല്ല ക്ലാസ് റൂമുകളും കൃത്യമായി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ ആരോഗ്യ മേഖലയിലാണ് ഇപ്പോഴും അത് ഇതിൽ മാത്രമല്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥലത്തുനിന്ന് ഒരു നല്ല ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ, തലശ്ശേരി കണ്ണൂർ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പം അങ്ങനെ അത് കാടിനോട് ചേർന്ന് അല്ലെ കാട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും പിന്നെയും ബുദ്ധിമുട്ടാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും ബേസിക് ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ ഒരു വിദഗ്ധ ചികിത്സയ്ക്കോ നല്ല ചെക്കപ്പിനോ ഉള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല. പിന്നെ ബെറ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് വലിയൊരു ഘടകമാണല്ലോ. ബെറ്റർ ലൈഫ്, അത് സുരക്ഷിതമായ പിന്നെ ജീവിതം വേണം. അപ്പം ഈ കുറച്ച് നാളേ ആയുള്ളൂ ആറളത്ത് 2 പേരെ ആന ചവിട്ടിക്കൊന്നിട്ട്. എല്ലാ വർഷവും നടക്കുന്നുണ്ട്, അല്ല വർഷത്തിൽ പലതവണ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം പറഞ്ഞല്ലോ. മനുഷ്യൻ്റെ സുരക്ഷിതത്വം വേണം, ബെറ്റർ ലൈഫ് വേണം. അപ്പോഴാണല്ലോ നമ്മളൊരു പുരോഗമന സമൂഹമാണെന്ന് പറയാൻ പറ്റുക. ഇതിൻ്റെ ഷെയ്ഡുകൾ ഈ കഥാഗതിയിൽ, കഥാപരിസരത്തിൽ ഉണ്ട്. അതിന് കഥാപാത്രങ്ങളുണ്ട്. ഈ നിയമത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ, അപ്പുറത്ത് അടിച്ചമർത്തപ്പെട്ടൊരു സമൂഹം. പക്ഷേ ടൊവിനോയ്ക്ക് ഇപ്പോഴുള്ളൊരു ഇമേജ് അദ്ദേഹം ഇപ്പോൾ മിന്നൽ മുരളിക്ക് ശേഷം ARMലൂടെയൊക്കെ ഒരു ഹീറോ ആണ് പലപ്പോഴും. ഇതിലെവിടെയാണ് ഇപ്പോൾ ഹീറോയിസം? ഇത് അവൻ പറഞ്ഞ പോലെ ഈ കഥാപാത്രം, ഇത് വർഗീസ് എന്നുള്ള കുട്ടനാട്ടിലുള്ള ഒരു കഥാപാത്രം അതിൻ്റെ വഴികളിലൂടെയാണ് ഈ കഥ സഞ്ചരിക്കുന്നത്. അപ്പം വളരെ കോമൺ ആയിട്ട് ജീവിച്ചിരുന്ന, ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരാൾ, അയാളുടെ കയ്യിൽ അധികാരം വരികയാണ്.
ആ അധികാരം പുള്ളി എങ്ങനെ വിനിയോഗിക്കുന്നു, അയാളിലേക്ക് എത്തിയ അധികാരത്തെ പുള്ളി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്നാണ് ഈ സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്ലോട്ട് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഹീറോയ്ക്കാവുന്നത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ മതി. നമ്മൾക്ക് ചിലപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ 1-2 അധികം ഹീറോസിനെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിത രീതിയൊക്കെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന തരത്തിൽ. അത്തരത്തിലാണ് ഈ സിനിമയിലും വർഗീസ് ഹീറോ ആവുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്താൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഹീറോയിക് പരിവേഷം വർഗീസിനുമുണ്ട്. ഇപ്പം ഈ അടുത്ത് ഏറ്റവും അധികം ഇങ്ങനെ ഒരു ദളിത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരാളുകളുടെ ജീവിതം മറ്റൊരു ആംഗിളിൽ പറഞ്ഞത് നായാട്ടിലായിരുന്നു. അപ്പോൾ നായാട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സിസ്റ്റത്തിനകത്ത് പെട്ടുപോയാൽ എന്ത് സംഭവിക്കും, അതൊരു മെയ്സ് പോലെ ഇങ്ങനെ നമ്മളെ തന്നെ കാരണത് നമ്മൾ അവസാനിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പോലീസുകാർ അൾട്ടിമേറ്റ്ലി സാധാരണ മനുഷ്യർ തന്നെയാണെന്നാണ് നായാട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയവും അധികാരത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന കുറച്ച് പേർ. നരിവേട്ട ആ ഏരിയാസ് തൊടുന്നുണ്ടോ അതോ ഇയാൾ അതിനുള്ളിൽ പെട്ടുപോകുക തന്നെയാണ്? നരിവേട്ട ശരിക്കും ആ കഥ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കഥ പറയേണ്ടി വരും. അപ്പം സ്പോയിലേഴ്സ് ഇല്ലാതെ ഒന്ന് അത് നമുക്ക് തൊടാതെ പറയാൻ പ്രയാസമാണ് ആക്ച്വലി. അപ്പം കഥാഗതിയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത്. അപ്പം ഈ സിനിമയുടെ വീണ്ടും പറയുന്നത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ വർഗീസിന്റെ ക്യാരക്ടറൈസേഷൻ രൂപപ്പെടുത്തിയതിനു ശേഷം വർഗീസ് പോകുന്ന യാത്രകളിൽ, നേരത്തെ പറഞ്ഞ പോലെ യാത്രകളിൽ പുള്ളി ചെന്ന് പെട്ടുന്നൊരു ക്യാവസ് ഉണ്ട്. അതിൻ്റെ അകത്ത് പുള്ളി എന്ത് ചെയ്യുന്നു, പുള്ളി ആർക്ക് വേണ്ടി സംസാരിക്കുന്നു, പുള്ളി അതിൽ പെട്ടുപോകുന്ന അവസരങ്ങളുണ്ട്, അതിൽ നിന്ന് പുള്ളി എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് വരുന്നു, പിന്നെ പുള്ളി അതിൽ പെട്ടുപോകുക തന്നെയാണോ എന്നൊക്കെയുള്ളതാണ് ഇതിലെ ചർച്ചയായി വരേണ്ട വിഷയം. ആത്യന്തികമായി ഇതൊരു സിനിമയാണ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഒന്നും തന്നെ അറിയാത്ത, അപ്പം ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ധാരണകളും ഇല്ലാത്ത ഒരാൾ ഈ സിനിമ കാണാൻ സപ്പോസ് വന്നു കഴിഞ്ഞാൽ അയാൾക്കത് ഒരു സിനിമ എന്ന നിലക്ക് ഒരു ആസ്വാദന ശൈലിയിൽ അയാളെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ ചില പരിപാടികൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് നമുക്കിപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ കാണാൻ പറ്റാത്തത് എന്ന നിലക്കാണ് ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് എഴുതുന്ന ഉൾപ്പെടെ അല്ലെങ്കിൽ മിഷൻ ചെയ്യുമ്പോൾ ഉൾപ്പെടെ ഈ ഫോണിൽ കാണുന്ന വെബ് സീരീസ് അല്ലെങ്കിൽ ഫോണിൽ കാണുന്ന യൂട്യൂബ് കോണ്ടന്റ് അതിനപ്പുറത്തേക്ക് ഒരു പ്രേക്ഷകനെ വലിച്ചിടാൻ എന്തെങ്കിലും ഉണ്ടോ, ആ ആലോചനകളുണ്ടോ? അതായത് ഇത്തരം കണ്ടന്റുകൾക്ക് ഇറ്റ്സെൽഫ് നമ്മൾ പറയുന്നത് ഇത് പോർട്രേറ്റ് ചെയ്യാൻ തന്നെ വലിയ സന്നാഹങ്ങൾ വേണം. ഇപ്പോൾ ഈ സിനിമ തന്നെ അത്യാവശ്യം ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്, വലിയ കൻവാസിൽ ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പം ഈ പറഞ്ഞ യൂട്യൂബ് കണ്ടന്റിലേക്കോ അല്ലെങ്കിൽ പറയുന്ന സോഫ്റ്റ് കണ്ടന്റിലേക്കോ നമുക്ക് പോകുമ്പോൾ നമുക്കതിന് എക്സ്പെൻഡിച്ചർ വളരെ കുറവായിരിക്കും. അപ്പം ഇതൊരു സിനിമയാണ്. സിനിമ സ്കേപ്പിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആ വിഷ്വൽ ട്രീറ്റ് ഈ സിനിമയിൽ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ യൂഷ്വൽ ടെംപ്ലേറ്റ് സിനിമയല്ല. ഇത്ര സമയത്തിൽ പാട്ട്, ഇത്ര സമയത്തിൽ അടി, ഇത്ര സമയത്തിൽ ഇതിൻ്റെ ഒരു താരപരിവേഷം കാണിക്കുക, അങ്ങനെയല്ല. ഇതിൻ്റെ നൂലെന്ന് പറയുന്നത് അത്യന്തികമായി ഇതിൻ്റെ നൂല് ഇമോഷൻ കണ്ടന്റാണ്. ഒരാളുടെ യാത്രകളിൽ അയാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളോട് അയാളെടുക്കുന്ന സമീപനങ്ങളുമാണ് ഈ സിനിമ. അഭിന് തീരെ ഇഷ്ടമില്ലാത്തൊരു ഏരിയയാണ് ഈ നൊസ്റ്റാളജിയോട് ഒരു വിയോജിപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കഥകളിലൊക്കെയും വളരെ റോ ആയിട്ടുള്ള മനുഷ്യരാണ്, റോ ആയിട്ടുള്ള ട്രൂത്തും ഉണ്ട് അതിനകത്ത്. അതായത് എപ്പോഴും നല്ലൊരു പര്യവസാനി തന്നെ ആയിരിക്കണം എല്ലാ കഥകളും എന്നില്ല. ഇപ്പോൾ കിഴിമള്ളി തെസിസിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. റോ ആയിട്ട് സത്യം ഇപ്പൊ പറയാൻ പറ്റുമോ സിനിമയുടെ അകത്ത്? ഉറപ്പായിട്ട് പറയാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള കോൺസിക്വൻസ് ഫേസ് ചെയ്യാനുള്ള ധൈര്യം മതി. സത്യം പറയുന്നത് എല്ലാ കാലത്തും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ളതായ പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം മതി. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എന്താ പറയുക, കലയോട് മിനിമം എസ്തെറ്റിക്സിനോട് നീതി പുലർത്തുന്ന എല്ലാ കലാകാരന്മാരും അങ്ങനെ എന്താ പറയുക റോ ആയിട്ടുള്ള സത്യം പറയാതിരിക്കാൻ നോക്കിയിട്ടില്ല. അത് പറയാൻ തന്നെയാണ് ശ്രമിച്ചത്, അത് പറയേണ്ടത് തന്നെയാണ്. നൊസ്റ്റാൾജിയോടെ ഞാൻ നൊസ്റ്റാൾജിക്കായ എല്ലാ മനുഷ്യനും നൊസ്റ്റാൾജിയ ഉണ്ട്. പക്ഷെ നമ്മളത് എഴുതുന്നത് വളരെ സൂക്ഷിച്ച് എഴുതണം, അല്ലെങ്കിൽ നമ്മളത് അവതരിപ്പിക്കുന്നത് വളരെ സൂക്ഷിച്ച് അവതരിപ്പിക്കണം. നൊസ്റ്റാൾജി എല്ലാ കാലത്തും സെല്ലിംഗ് കണ്ടന്റാണ് സത്യത്തിൽ. അതിലിപ്പോ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നതിന് ശേഷം അതിനുള്ള ഒരു ബൂം, അങ്ങനത്തെ പുസ്തകങ്ങൾക്കുള്ള ഒരു ബൂം അത്ര അതിനോടൊരു വിയോജിപ്പുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എൻഡ് ഓഫ് ദ ഡേ ഒരാൾ പുസ്തകം വാങ്ങുന്നു, വായിക്കുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് ഓരോ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് വ്യത്യാസമല്ലേ. ഇപ്പം MTയെ ഇഷ്ടപ്പെട്ട ഒരു റൈറ്റർക്ക് ആനന്ദിനെ ഇഷ്ടപ്പെടണമെന്നില്ല ഒരു വായനക്കാരന്. നേരെ തിരിച്ചും ആനന്ദിനോട് ആരാധനയുള്ള ഒരാൾക്ക് MTയെ പത്മരാജനെ ഇഷ്ടപ്പെടണമെന്നില്ല. ആ വായനയുടെ അഭിരുചികൾ വ്യത്യാസമാണ്. പക്ഷേ ഒരു പുസ്തകം നന്നായി വായിക്കപ്പെടുന്നു, വിൽക്കപ്പെടുന്നു എന്നുള്ളത് 100% പോസിറ്റീവായ കാര്യമാണ്. കാരണം ആ വിപണി അവിടെ സജീവമായി നിൽക്കുമല്ലോ. പുസ്തകങ്ങൾ ആളുകൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി വായിക്കും, അതിൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.
അനുരാജിൻ്റെ കാസ്റ്റിംഗ് വളരെ രസമാണ്. ഇപ്പം അന്ന് ഷൈൻ ടോം ചാക്കോയെ അങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല ഇഷ്കില്ല. ഒരേ സമയം ഇങ്ങനെ അയാളുണ്ടാക്കുന്ന ഒരു സ്കോൺ നമുക്കിങ്ങനെ എൻ്റർടൈനിങ് ആവുകയാണ്. അയാൾ ഒരാളെ വേദനിപ്പിക്കുന്ന നമുക്ക് ഇയാളെന്താ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മൾ എൻ്റർടൈൻഡ് ആയി പോവാണ്. ചേരൻ എങ്ങനെയാണ് ഇതിൽ ഫിറ്റിനാവുന്നത്? ചേരൻ എങ്ങനെയാ ആ ചോയ്സ് ഇടുന്നത്? ശരിക്കും ചേരൻ അല്ലാതെ ഒരുപാട് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ചേരനിലേക്ക് എത്തിപ്പെടുന്നത് ഇതുപോലത്തെ ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് കാണാറ്. പുള്ളി ഒരു ഓഫീസർ, ബൈലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു ഓഫീസറാണ്. അപ്പം ഒരു മൊമെന്റിൽ നമ്മൾ ചേരൻ എന്ന് പറഞ്ഞൊരു വേർഡ് പറയുന്നു. അപ്പോൾ ആ വേർഡിൽ നമ്മൾ പിടിക്കുന്നു, ചേരൻ സാറിനെ ട്രൈ ചെയ്യുന്നു, ചേരൻ സാറിനെ വിളിക്കുന്നു. അപ്പം നമ്മൾക്ക് മുമ്പുള്ളത് ഓട്ടോഗ്രാഫിലെ ചേരൻ അല്ലെങ്കിൽ പൊക്കിഷത്തിലെ ചേരൻ, യുദ്ധസേയിലെ ചേരൻ. അങ്ങനെ സംവിധായകനും നടനുമായിട്ട് ഉള്ള ഒരു കാലത്ത് തമിഴ് സിനിമയുടെ റൂട്ടൊന്ന് മാറ്റിയ ഡയറക്ടറാണ്. കുറച്ച് ഭയങ്കര ബഹളത്തോട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ കുറച്ച് പിടിച്ചിരുത്തി ലൈക്ക് അതൊരു നല്ല രീതിയിൽ ട്രെൻഡ് സെറ്റ് ചെയ്തൊരു സമീപിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു പുള്ളി എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ പോയി ആ പുള്ളിയുടെ ഓഫീസിൽ പോയിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ പുള്ളിക്ക് 10-15 വർഷം മുൻപേ മലയാളത്തിൽ നിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു, ഓഫേഴ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കഥ കേട്ടിട്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കുള്ളിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ശരിക്കും. പുള്ളി പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ സിനിമകളെല്ലാം, ഞാനങ്ങനെ ഹറിബറിയായിട്ട് സിനിമ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ആ കഥയുടെ വെച്ചാൽ മലയാളത്തിലാണ് നമ്മളത്, മലയാളം തമിഴ് എന്ന് വെച്ചാൽ തമിഴ് നമ്മൾ അത്ര പ്രാവീണ്യമുള്ള ആൾക്കാരല്ല നമ്മൾ രണ്ടുപേരും. പുള്ളിക്ക് പക്ഷേ മലയാളം അറിയാം, കേൾക്കുമ്പം പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ആയതുകൊണ്ടായിരിക്കും ആ സെയിം മൊമെന്റിൽ അതിൻ്റെ ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി നമ്മൾ എന്താണോ ആ കഥാപാത്രത്തിൻ്റെ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ ലെയേഴ്സും പുള്ളിക്ക് കിട്ടി. പുള്ളി നമ്മളിത് ഡിസ്കസ് ചെയ്തു. ഞാനിത് ചെയ്താൽ ശരിയാവോ എന്നാണ്. കുറച്ചുകൂടി ഇൻഡെപ്ത് ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ചെയ്താൽ എൻ്റെ പുള്ളി പോലീസ് വേഷം ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളിക്ക് അങ്ങനെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളത് ആസ് എ ക്രാഫ്റ്റ്മാൻ എന്നുള്ള നിലക്ക് നമ്മൾ സംസാരിക്കുന്നു, അതിലേക്ക് പുള്ളി വില്ലിങ് ആവുകയാണ് ചെയ്തത്. പക്ഷെ പുള്ളി ജോയിൻ ചെയ്ത ഫസ്റ്റ് മൊമെന്റ് മുതൽ നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോലെയാണ് പുള്ളി നമ്മളെ ലൊക്കേഷനിൽ ജോലി ചെയ്തിരുന്നത്. അഭിനയിക്കുന്നതോടൊപ്പം പുള്ളിയുടെ അല്ലാത്ത സമയത്തും പുള്ളി ലൊക്കേഷനിൽ ഉണ്ടാവുകയും പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുകയും ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോർഡിനേഷനൊക്കെ പുള്ളി ചെയ്യുന്നത് ഞാൻ മാറി നിന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്. പുള്ളിക്ക് അതിന്റെ കാര്യമില്ല. സാധാരണ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം നേരെ ഷൈൻ ടോം ചാക്കോന്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ഷൈൻ ടോം ആ ക്യാരക്ടർ ശരിക്കും മോറൽ പോലീസിങ് ചെയ്യുന്ന ഒരു പോലീസ്മാൻ ആണെന്ന് തോന്നുകയും സെയിം സമയത്ത് അയാളല്ല എന്ന് തോന്നുകയും ചെയ്യണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു വില്ലൻ ഷെയ്ഡ്. ഇപ്പം ഈ പടം ഞാൻ ഇഷ്ക് തമിഴില്, തെലുങ്കില്, കന്നഡയിലൊക്കെ റീമേക്കിന് തന്നെ അവർ എൻക്വയറി ചെയ്തിരുന്നു. ഞാൻ പോയി മീറ്റിംഗിൽ ഇരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കത് കിട്ടിയിരിക്കുന്ന വില്ലനായിട്ടാണ്. അപ്പൊ തമിഴിലൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ടിപ്പിക്കൽ അവിടുത്തെ വില്ലനെ കാസ്റ്റ് ചെയ്യണം. അവർക്ക് ഒരു ചെറിയ ക്രൈറ്റീരിയസ് ഉണ്ടാവും. അപ്പൊ പക്ഷെ ആ ഷെയ്ഡ് വന്നാൽ പിന്നെ ആ ക്യാരക്ടർ മാത്രമല്ല കേരളത്തിലെ മോറൽ പോലീസിംഗിന്റെ ഇന്റൻസിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ തമിഴ്നാട്ടിൽ. നോർത്തിലേക്ക് പോകുന്നതോറും അതിന്റെ അപ്പൊ അത് കുറച്ചും കൂടി ബ്രൂട്ടൽ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അതറിയാതെ നമ്മൾ പോയിട്ട് വെറുതെ ഒരു റീമേക്ക് എന്നുള്ള രീതിയിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല. സാമ്പത്തികമായിട്ട് കുറച്ച് ലാഭം ഉണ്ടാവുമായിരിക്കും, പൈസ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഞാനത് എൻ്റെ ഒരു കോൾ എന്ന നിലയ്ക്ക് ഞാനത് ചെയ്തില്ല. അപ്പം കാസ്റ്റിങ്ങിൽ നമ്മൾ ശരിക്കും ഞാൻ അങ്ങനെ ചിലപ്പോൾ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിത് കേൾക്കുമ്പോൾ മുതൽ നമ്മുടെ മനസ്സിൽ ആൾക്കാർ തപ്പുന്നുണ്ടാവും. അല്ലാണ്ട് ഒരു പേപ്പറും പേനും എടുത്തിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ആരൊക്കെയുണ്ട് അങ്ങനെ സെർച്ചിങ് ഇല്ല. നമ്മളിങ്ങനെ ഷെയ്ഡ്സ് ആലോചിച്ച് നമ്മളിപ്പം അഭിനടുത്ത് പിച്ച് ചെയ്യും, മറ്റു ടെക്നീഷ്യന്മാരെടുത്ത് പിച്ച് ചെയ്യും. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന നല്ല നല്ല കൊള്ളാം എന്ന് കിട്ടുന്ന റിഫ്ലക്സിലാണ് നമ്മൾ ആൾക്കാരെ നോക്കുന്നത്. ഇഷ്ക് കഴിഞ്ഞിട്ട് ഏറെക്കുറെ ഒരു അരപ്പത്തിട്ടുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ 6 വർഷമായി. കറക്റ്റാണ്. മറന്നു പോവാൻ മേക്കറായിട്ടുള്ള എന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ വ്യക്തി എന്ന നിലക്ക് എന്നെ അങ്ങനെ ആഘോഷിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ചെയ്യുന്ന സിനിമകൾ അല്ല വർക്ക് വേണ്ട അല്ല, അതാ പറഞ്ഞത്. അപ്പം എൻ്റെ കോൺഫിഡൻസ് സിനിമകൾ ചെയ്താൽ നന്നാവും. ആ സിനിമകളുടെ പേരിൽ ഞാൻ എന്നെ അറിയും എന്നുള്ള കോൺഫിഡൻസ് ആണ്. വേറെ ഓപ്ഷൻ നമുക്കില്ല, പ്രതീക്ഷയാണല്ലോ അത്. അല്ലാതെ സിനിമ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ കഴിഞ്ഞ 6 വർഷം ഞാൻ ശ്രമിക്കുക തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ മറ്റൊരു കഥ ആർട്ടിസ്റ്റിനടുത്ത് പിച്ച് ചെയ്ത് അത് ഓക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു സിനിമ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പണികൾ സിനിമ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. ഇപ്പം മറ്റു ജോലികളില്ലാത്ത തന്നെ ഫാമിലി, സിനിമ, ഇത് രണ്ടുമാണ് എൻ്റെ പ്രയോറിറ്റീസ്. അല്ലാണ്ട് മറ്റ് എന്റർടൈൻമെന്റുകളിലൊന്നും തന്നെ നമ്മളെ സംബന്ധിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഇപ്പോൾ ഇഷ്ക് എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കിയ സിനിമ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ നായികയുടെ കഥാപാത്ര നിർമ്മിതി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നായകൻ്റെ പ്രതികാരം അവസാനം ഒന്നും അല്ലാതായി പോകുന്ന മൊമെൻ്റൊക്കെ അതിൽ വളരെ പുതിയതായിരുന്നു.
പക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടാണ് അനുരാജ് ഒരു സിനിമയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ രാക്ഷസൻ ഉണ്ടാക്കിയത് 2019 അദ്ദേഹം സിനിമ അനൗൺസ് ചെയ്തത് കഴിഞ്ഞ 1-2 മാസം മുമ്പാണ്. എന്താ ഈ സമയം എടുക്കുന്നത്? ഇൻഡസ്ട്രി എന്താ നിങ്ങളെ വെൽക്കമിങ് ആവാത്താണോ? അത് ഈ സമയദോഷമാണോ? ബ്രോ, ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പം സക്സസ്ഫുൾ സിനിമകൾ തിയേറ്ററിൽ വരുന്നു. അപ്പോൾ അതിനെ അനുവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ ഹൗസസ് എപ്പോഴും ബാക്കപ്പ് ചെയ്യുക. ഭയങ്കര തമാശ പടം കൂടി ട്രെൻഡ് ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു തമാശ പടം ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സമീപനം എന്ന് വെച്ചാൽ ആ തമാശ പടം വേണം, ആക്ഷൻ പടം കൂടി. അപ്പോൾ ആക്ഷൻ പടം വേണം. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിലും ആ ആക്ഷൻ പടത്തിന്റെ ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെങ്കിലും പുഷ് ചെയ്യും. അപ്പൊ ആത്യന്തികമായി എന്നെ സംബന്ധിച്ചിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന സിനിമയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് തിയേറ്ററിൽ ഓടുകയും ചെയ്യണം, പ്രൊഡ്യൂസറിന് പൈസയും കിട്ടണം. ഈ രണ്ട് കാര്യം കമ്മോഡിറ്റി ആണല്ലോ, ഇത് ബിസിനസ് ആണ് ആക്ച്വലി. അപ്പൊ ഇതിന്റെ കോംപ്ലക്സിന്റെ ഇടയ്ക്ക് ഇപ്പൊ അതിനിടയ്ക്ക് എനിക്ക് ഒരു 3-4 സിനിമ ചെയ്യായിരുന്നു. അതിലൊരു സിനിമയൊക്കെ ഭയങ്കര സക്സസ് ആയ സിനിമയാണ്. പക്ഷെ ഇഷ്കിന്റെ സെയിം തന്നെ പൊളിറ്റിക്സ് പറയുന്ന സിനിമയാണ്. അത് ഞാൻ റിജക്ട് ചെയ്യാണ്ടായി. മറ്റു 2 സെയിം പ്രൊഡക്ഷൻ ഹൗസുകളിൽ നിന്ന് പോലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. കഥ പോയി കേൾക്കുന്നു, നമുക്കത് വർക്കാവുന്നില്ല, അപ്പൊ നമ്മൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഒരേ സമയം സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു സിനിമ ചെയ്താൽ അത് നമ്മുടെ പേരിൽ ചരിത്രമാകപ്പെടുകയാണ്, അടയാളപ്പെടുത്തുകയാണ്. അപ്പം ഈ സിനിമയിൽ എൻ്റെ കോൺഫിഡൻസിന്റെ പേരിലാണ് പറയുന്നത്. ഇപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിട്ട് എന്നെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് ആസ് എ ഫിലിം മേക്കർ. അപ്പം ഇഷ്കിനെ സംബന്ധിച്ചിട്ട് ഇഷ്കിന്റെ ക്ലൈമാക്സ് അതായിരുന്നില്ല. ഇഷ്കിന്റെ പാരൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ആണ് അത്. അതിന്റെ എന്റെ മാത്രം കോൺഫിഡൻസിലാണ് അത് ലാസ്റ്റ് മിക്സിംഗ് തിയേറ്ററിൽ നമ്മളത് ഔട്ട് ചെയ്യുന്നത്. മറ്റേ ക്ലൈമാക്സ് എന്തായിരുന്നു? അത് ശരിക്കും രതീഷൻ നമ്മൾ മ്യൂച്വലായിട്ട് നമ്മൾ തീരുമാനിച്ചതാണ്. ആദ്യം മഞ്ഞത്താളിച്ചരട് അല്ല ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും സ്വാതന്ത്ര്യം നിശ്ചയിക്കേണ്ടതെന്നാണ് സച്ചി വസുതയോട് പറയുന്നത്. അതേ പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് മഞ്ഞത്താളിച്ചരടിൽ കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ അവിടെ താലി കെട്ടുന്ന ക്ലൈമാക്സ് ആണ് നമുക്കുണ്ടായിരുന്നത്. ടൈലൻഡിൽ മറ്റൊരാൾ ഒരു ഗസ്റ്റ് റോളിൽ സ്വന്തം കാമിയെ വിളിച്ചിട്ട് മധുര യാത്രയ്ക്ക് പുറപ്പെടുന്നു. ഇതായിരുന്നു അതിന്റെ ക്ലൈമാക്സ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും രതീഷേട്ടനും എനിക്കത് ഓക്കെ ആയിരുന്നില്ല. പക്ഷെ നമുക്ക് പുതിയ ക്ലൈമാക്സുകൾ കിട്ടുന്നില്ല. അപ്പം പോകുന്ന വഴിയിലാണ് നമ്മുടെ മറ്റൊരു സുഹൃത്ത് അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉണ്ട്. അതാണ് പ്രൊഡ്യൂസർക്ക് എല്ലാം അറിയുന്ന ക്ലൈമാക്സ് ആയിരുന്നത്. അപ്പം ഇത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ആരോടും അറിയാതെ ഹൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ പ്രൊഡക്ഷൻ ഹൗസിൽ കാണിക്കുന്നു. അത് നല്ലതായതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്നു. റിസ്ക് ആണ്. അത്തരം റിസ്കുകൾ എപ്പോഴും ഇത്തരം സിനിമകൾക്ക് ഉണ്ടാവും. അത് മരണം വരെ പോരാടുക. ജഗദീഷ് മറ്റേ ഹിറ്റ്ലർ പറഞ്ഞ പോലെ പോരാടും, മരണം വരെ പോരാടും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതെന്ന് വെച്ചാൽ സക്സസ്ഫുൾ ഫോർമുല ഇല്ല ബ്രോ. ഒരു സിനിമയിൽ ഇത് ഇന്ന സിനിമ ഓടും, ഇന്ന സിനിമ സക്സസ് ആവും എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് അങ്ങനെ ഒരു റിട്ടേൺ ലോ ഇല്ല. അപ്പൊ ഇല്ലാത്ത പക്ഷം എന്നെ സംബന്ധിച്ചിട്ട് എക്സൈറ്റ് ചെയ്യുന്ന കഥകൾ കണ്ടിട്ടില്ലാത്ത പരിസരത്ത് നിന്ന് കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ ഒക്കെ യൂസ് ചെയ്ത് ആൾക്കാർക്ക് കൗതുകം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്കുള്ള യാത്രയും ചിലപ്പം കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും. അപ്പം ഈസി ആയിട്ട് സിനിമ ചെയ്യാം. അതായത് ഞാനിപ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന കാലത്ത്, അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന കാലത്ത് 2 തരത്തിലുള്ള സിനിമ നമ്മൾ വർക്ക് ചെയ്യാം. ഒന്ന്, രാവിലെ എഴുന്നേറ്റിട്ട് ദൈവമേ ഇതിലേക്ക് പോകണല്ലോ, ഈ സിനിമയിലേക്ക് പോകണല്ലോ, രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ജോലി ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്ന സിനിമയുണ്ടാവും. രണ്ടാമത്തെ സിനിമ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ കുളിക്കുക പോലും ചെയ്യാതെ ലൊക്കേഷനിലേക്ക് പോകാൻ തോന്നുന്ന സിനിമകളുണ്ടാവും. ഇതിൽ രണ്ടാമത്തെ ടൈപ്പ് സിനിമകളാണ് ഞാൻ ചെയ്യണം എന്ന് സ്വന്തം വിചാരിക്കാറ്. അപ്പം അത്തരം സിനിമകളിലേക്കാണ് ഞാൻ പോകാറുള്ളത്. ഈ ഇങ്ങനെയുള്ള സിനിമകളുടെ അകത്ത് ഈ ഒരു ആദിവാസി സമൂഹം കൂടി നിന്ന് തിരിച്ചടിക്കുന്നു, വില്ലന്മാരെ അടിച്ചൊതുക്കുന്നു. അത് എത്രയോ തവണ നമ്മൾ സിനിമകളിൽ കണ്ടിരിക്കുന്നു. ആ ക്ലീഷേ ബ്രേക്ക് ചെയ്യൽ എളുപ്പമാണോ? ക്ലീഷേ ബ്രേക്ക് ചെയ്യൽ എളുപ്പമാണ്. പ്രയാസം നമ്മളിതിനകത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പല ടെംപ്ലേറ്റുകളും പിടിച്ചിട്ടില്ല. നമ്മളിപ്പം പ്രതീക്ഷിക്കുന്ന നമുക്ക് ഇപ്പം ഒരു പ്രൈമറി തോട്ടിൽ ചിന്തിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടുത്തത് ഇങ്ങനെ, അത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അത് ബോധപൂർവ്വം ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് മറ്റേ ക്ലിനിക്കലായിട്ട് ബ്രേക്ക് ചെയ്തല്ല. പക്ഷെ ആ ഒരു കഥയുടെ ഫ്ലോയിൽ അങ്ങനെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലുള്ള സംഗതി ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല, രണ്ടുപേരും ആലോചിച്ചിട്ടേ ഇല്ല. ഈ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അത് എല്ലാ കാലത്തും ഒരു കീറാമുട്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം എമ്പുരാൻ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ്. പ്രേക്ഷകർക്ക് അത് മൊത്തത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ അത് ഇഷ്ടമാവുന്നില്ല. അപ്പുറത്ത് തുടരും എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ ഇഷ്ടമാവുന്നു. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്നിലത്തെ കാര്യം, ഒന്നിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു താരത്തിൻ്റെ എല്ലാ അംശങ്ങളും അതിലേക്ക് വന്നു, ഒരു നടൻ്റെ എല്ലാ അംശങ്ങളും വന്നു. എമ്പുരാൻ ഒരു ഡിഫറെൻറ്റ് ടേക്കായിരുന്നു. അവിടെയും പറഞ്ഞ പോലെ ഫൈറ്റ് ഉണ്ട്, മാസ് ഉണ്ട്, വലിപ്പമുണ്ട്. ഈ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മീറ്റർ അപ്പം ഒരു ഡയറക്ടർ നോർമലി പ്രേക്ഷകനായിട്ടിരുന്ന് ആലോചിച്ചാൽ കിട്ടേണ്ടതല്ലേ? അങ്ങനെ കിട്ടാൻ പ്രയാസമാണ്.
അത് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എവിടെയും ഈ മലയാളത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയും അത് സാധ്യമാവുമെന്നുള്ളത് സംശയമാണ്. ഇതിൽ എല്ലാ സിനിമയിലും വേണ്ടത് ഒരു ഇമോഷണൽ നൂലാണ്. ഒരു ഇമോഷൻ കണക്ഷൻ ഉണ്ടാവണം. ഇപ്പം ആക്ഷൻ പടം ആയിക്കോട്ടെ, റൊമാൻറ്റിക് പടം ആയിക്കോട്ടെ, പ്രേത പടം ആയിക്കോട്ടെ, ഇതിൽ കഥാപാത്രങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന ബോണ്ടിങ്ങിൽ ഒരു ഇമോഷണൽ നൂല് വേണം. ആ നൂല് പൊട്ടിപ്പോഴുമ്പോഴാണ് പലപ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പരിശ്രമ സിനിമകൾ, ഇപ്പോൾ പരീക്ഷണ സിനിമ, കുറച്ച് കാലമായിട്ട് നോക്കി ഈ പാരലൽ സിനിമാസ് എന്ന് പറഞ്ഞപ്പോൾ പണ്ട് അടൂരിൻ്റെ ഒക്കെ കാലത്ത് അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന സമാന്തര സിനിമകൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്കിപ്പോൾ സമാന്തര സിനിമകളിൽ നമുക്ക് പേര് പറയാൻ പറ്റുന്ന ഒരു, ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത് സമാന്തര സിനിമയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയോ തിരക്കഥാകൃത്തോ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഇപ്പം ഡോൺ പാലത്തറ എന്നുള്ള ഡയറക്ടറുണ്ട്, ഡോൺ ഉണ്ട്. അപ്പോൾ കൃഷാന്തിന്റെ എല്ലാ ഫെസ്റ്റിവലും കൃഷാന്ത് സിനിമകൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ അക്കാലത്തുണ്ടായിരുന്നത് പോലെ പരിശ്രമ സിനിമകൾ, പാരലൽ സിനിമാസ് എന്ന് പറയുന്നത് സക്കയുടെ മറ്റേ കമ്മ്യൂണിസ്റ്റ് വെച്ചും അതെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സിനിമകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല. അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടും. ഇപ്പൊ ഡോക്ടർ ബിജു സാർ ഇടയ്ക്ക് ചെയ്യുന്ന സിനിമ ആലോചിച്ചു. അങ്ങനെ സമാന്തര സിനിമകൾ എന്നുള്ള സാധനമേ ഈ അരവിന്ദൻ ആ സെറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത്രയും ആരാധനയോടെ നോക്കിയിരുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ അതില്ല. ആ സിനിമ, അത്തരം സിനിമാ വിഭാഗം ഒന്നുകിൽ ഫേക്കായി, കുറച്ച് തട്ടിപ്പ് പരിപാടികൾ, അങ്ങനത്തെ പരിപാടികളിലേക്ക് മാറുന്നു. പലപ്പോഴും നമ്മൾ IFKന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത്തരം സിനിമകളെ പോലും ബിസിനസ് കാർന്നു നിന്നു എന്നുള്ളതാണ് വേണം പറയാം. ഈ കൊമേഴ്ഷ്യൽ ബിസിനസ് കാർന്നു എന്ന് പറയാം. അപ്പോൾ അത് കുറച്ചും കൂടി വലുതാക്കാൻ നോക്കും, കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ആക്കാൻ നോക്കും. പിന്നെ അതിന്റെ ആ ധാര തീർന്നു പോയി. പിന്നെ അത് ബിസിനസ് ഇല്ല, മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, ആകെയുള്ള ഫെസ്റ്റിവൽ മാത്രമാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യ, ഐഫോൺ പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് മറ്റ് സിനിമകളുടെ പാഷനാണ് എനിക്ക് കൂടുതലുള്ളത്, കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ. പക്ഷെ അത് കാണാൻ ഇഷ്ടമാണ്. അത് ഉണ്ടാക്കാൻ അതിന്റെ സങ്കേതം എന്താണെന്ന് അറിയില്ല. അപ്പം സിനിമകളെ അത്തരത്തിൽ ഈ പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഫോർമുലാസ് എപ്പോഴും, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഹൗസ് ആയിക്കോട്ടെ, റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഫോർമുലാസ് ട്രൈ ചെയ്യാൻ നമുക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ സമീപിക്കും. ചില സിനിമകൾ പ്രൊഡ്യൂസർ വില്ലിംഗ് ആണെങ്കിൽ ഇപ്പോൾ അമീർ ഖാനൊക്കെ ചെയ്ത പോലെ പീപ്പിൾ ലൈവ് ഒക്കെ പോലെ സിനിമ ചെയ്യും. ഈ സിനിമ സംഭവിക്കുന്നത് ഒരു ഘട്ടം പ്രതിസന്ധികൾ കഴിഞ്ഞിട്ട് ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് ആദ്യമായി ടിപ്പുവും ഷിയാസ്കയും കൂടി ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് ഈ സിനിമ ശരിയാവുന്നത്. അപ്പം ടോവിയുടെ എസിന് ശേഷം പിന്നെ ഇത് ശരിയാവുന്നത് അവിടെയാണ്. അപ്പൊ ആ ബാക്കപ്പിംഗ് ഇല്ലാതെ നടക്കില്ല പരിപാടി, സിനിമയെ നടക്കത്തില്ല. അപ്പം മാത്രമല്ല സിനിമകൾക്ക് മുന്നോട്ട്, മലയാള സിനിമകൾ എപ്പോഴും മുന്നോട്ട് പോയത് അതിന്റെ കണ്ടന്റിൽ എടുത്തിരിക്കുന്ന എക്സ്പീരിമെന്റ്സ് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന, അത് റിലീസിംഗ് ഡേറ്റിനപ്പുറത്ത് അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ട് 6 മാസത്തിന് ശേഷം ഓർക്കപ്പെടുന്ന സിനിമകൾ വളരെ കുറവാണ്. ലോങ് റൺ. അതെ അത് മലയാള സിനിമകളുടെ മാത്രം പ്രത്യേകതയായിരുന്നു. അത് നമുക്ക് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളൊരു സ്വയം വിമർശനമായിട്ട് ഞാൻ അടക്കം ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു പോലീസുകാരനാണ് എളുപ്പത്തിൽ വിശ്വാസയോഗ്യമാവുന്നു ടൊവിനോ. അതിനപ്പുറത്തേക്ക് ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ടൊവിനോവിന് വേണ്ടി എഴുതാം, അല്ലെങ്കിൽ ടൊവിനോ ഈ ക്യാരക്ടർ ആയാൽ, വർഗീസ് ആയാൽ നന്നാവും, അങ്ങനെ തോന്നിയ ഒരു ഏരിയ. അത് ടോട്ടാലിറ്റിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ആലോചിക്കുമ്പോഴേ, അതായത് ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അയാളൊരു പർട്ടിക്കുലർ പോയിന്റിൽ അയാൾക്ക് ഒരു അധികാരം കിട്ടുന്നു. പിന്നീടുള്ള അയാളുടെ ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ പല ജീവിതാനുഭവങ്ങളിലൂടെ ഇയാൾ കടന്നു പോകുന്നുണ്ട്. പല സിറ്റുവേഷനുകളിൽ നിൽക്കുന്നുണ്ട്, ചെന്ന് പെടുന്നുണ്ട്, അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം പല ഷെയ്ഡുകളുണ്ട്. അതിൽ ഭയങ്കര നിഷ്കളങ്കമായ ഒരു ഇതുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഗ്രേ ആവും, വൈറ്റ് ആവും, ഗ്രീൻ ആവും, ബ്ലൂ ആവും, അങ്ങനെ പല ഷെയ്ഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ ടൊവിനോയെ അങ്ങനെ കാണും. അതിൽ ടൊവിനോയുടെ പല സിനിമകളിലും പല വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പല തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ കാണാനുള്ള ഒരു ആഗ്രഹം നമുക്കും ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല അതിനകത്ത് ഏറ്റവും ഭയങ്കര ഇന്റൻസ് ആയ പെർഫോമൻസ് ആണ് ടൊവിയുടെ. ഇപ്പൊ ടീസറിലും ട്രെയിലറിലും ഒക്കെയും ഇപ്പോൾ പോസ്റ്റേഴ്സ് വിട്ടപ്പോഴൊക്കെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് സുരാജാണ് ഇതിൽ ആന്റഗോണിസ്റ്റ് എന്ന്, അല്ലെങ്കിൽ അയാളാണ് ഈ സോക്കോൾഡ് വില്ലൻ എന്ന്. പക്ഷെ രംഗങ്ങൾ തീരെ കാണിച്ചിട്ടില്ല. അത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ തിയേറ്ററിൽ കാണേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് 3 മണിക്കൂർ ഫുട്ടേജാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. ശരിക്കും കുറച്ചും കൂടി വലിയ ഇലാബറേറ്റ് ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണത്. ഓക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് കൂടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മുടെ ബിസിനസ് ആണത്. അപ്പോൾ നമ്മൾ വളരെ പരിമിതമായ ഫുട്ടേജ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഷമീറാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്.
ഷമീർ അതൊരു ഒരു ഫസ്റ്റ് കട്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ട്രെയിലർ ഉണ്ടാക്കുന്നത്. ആ കണ്ടന്റിന്റെ ഏറ്റവും മൂർത്തമായ ഭാവം വെച്ചിട്ടാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്നതും ആ ട്രെയിലറിന്റെ ഒരു സ്ട്രാറ്റജി ഭാഗമായിട്ട് വർക്ക് ചെയ്ത ഒരു സാധനമാണ്. അതിപ്പം സുരാജേട്ടനെ പർപ്പസ്ഫുള്ളി കുറച്ചാണോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി കുറക്കാതിരുന്നതാണോ എന്നതൊക്കെ സിനിമ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിലിപ്പോ പുള്ളിയാണോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് സിനിമ കഴിഞ്ഞിട്ട് പറയണ്ട. നമ്മൾ സ്ട്രാറ്റജി ഉറപ്പായിട്ടും ഈ സോങ് വിട്ടതിലും ട്രെയിലർ വിട്ടതിലും നമ്മൾ സ്ട്രാറ്റജി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ട്രെയിലറിന്റെ ഷെയ്ഡ് അല്ല പാട്ട് ആ പ്രതലം വേറെയാണ്. അപ്പം അത് ഒക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുവാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് പുറത്തു വിട്ടതാണ്. അത് അങ്ങനെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചിരിയാണല്ലോ, സുരാജിന്റെ ഒരു ചിരിയാണല്ലോ ലുക്കായിട്ട് വിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചിരി ചിരിക്കുന്ന സുരാജേട്ടൻ മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ എന്താ ഫീഡായിട്ട് കൊടുക്കുക നിങ്ങൾ? അല്ല, ശരിക്കും ആ മൊമെന്റിലെ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം, നിങ്ങളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളതാണ്. അപ്പൊ അത് പറയുമ്പം തന്നെ ആൾക്കാർ ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്നാമത്തെ ടേക്കിൽ നമുക്കത് കിട്ടും. ഇവരെല്ലാം ബ്രില്യന്റ് ആക്ടേഴ്സ് ആണ്, വിസ്മയിപ്പിക്കുന്ന ആക്ടേഴ്സ് ആണ്. നാഷണൽ അവാർഡ് കിട്ടിയ നടനാണ് സുരാജേട്ടൻ. അപ്പം സുരാജേട്ടനടുത്ത് ടൊവി ആയാലും സുരാജേട്ടനായാലും ചേരൻ സാറ് ആരായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. കാരണം നമ്മളിത് ഷൂട്ടിന്റെ സമയത്ത് മാത്രം സ്ക്രിപ്റ്റ് വായിച്ച സിനിമയല്ല. 2 വർഷം മുമ്പേ നമ്മൾ ഇതിന്റെ പണികൾ പല ഘട്ടങ്ങളായി ഇതിന്റെ ഗ്രോത്തുകൾ ടൊവിയായിട്ട് വരുമ്പോൾ ടൊവിയായിട്ട് വീണ്ടിരിക്കുന്നു. സുരാജേട്ടനടുത്ത് പോയി പറഞ്ഞു കൊടുക്കുന്നു. ചേരൻ സാറിനാണ് മലയാളം മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് തംഗ്ലീഷ് എന്താ പറയുക തംഗ്ലീഷ് ആക്കി കൊടുത്ത് അതിനൊരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ വെച്ച് തമിഴ് അറിയുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വെച്ച് അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ചേരൻ സാറിന് തുടക്കം വന്ന് ചേരൻ സാർ വന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേരൻ സാർ വേണ്ടെന്ന് പറഞ്ഞു, റീഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഫുൾ ലാസ്റ്റ് ഡേ ആണ് ഇത് റീഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അന്നാണ് പറയുന്നത് തന്നെ. അപ്പൊ എന്തിനാ റീഷൂട്ട് എന്ന് ചോദിച്ചു. നല്ല റീഷൂട്ട് பண்ணணும்னு ചോദിച്ചപ്പോ ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. സാർ നോക്ക്, ഇതല്ല സാർ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. സാറിന് ക്യാരക്ടർ ഗ്രാജുവലി ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല. ഓക്കെ പണലാം, നിങ്ങൾക്ക് വേണ്ടി പണലാന്ന് പറഞ്ഞ് ചെയ്തത് വേറെ സാധനമാണ്. അപ്പൊ നേരത്തെ ചെയ്തിരിക്കുന്ന കുറച്ച് ഫസ്റ്റ് സീനാണ്, പുള്ളിയുടെ ഫസ്റ്റ് സീനാണ് നമ്മൾ റീടേക്ക് ചെയ്തത്. ആ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്ത ആദ്യത്തെ സീനാണ് നമ്മൾ റീടേക്ക് ചെയ്തത്. അത് രണ്ട് ടൈപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ മാറും. എല്ലാ ആർട്ടിസ്റ്റും മാറും. കൃത്യമായി ഫീഡിങ് കറക്റ്റായ മാത്രം മതി. ഇപ്പൊ നമ്മള് പോയ കുറച്ച് സിനിമകളുടെ റിലീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവം സിനിമയിൽ കാണിക്കുമ്പോൾ ഒരുപാട് അസഹിഷ്ണുത വരിക, ഒരുപാട് വിമർശനം വരിക, വോളണ്ടറി ആയിട്ട് ആ സിനിമ അവർക്ക് സെൻസർ ചെയ്യേണ്ടി വരിക, അത് വാർത്തകളിൽ വരിക, ചർച്ചകളായി നിറയുക. ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്, ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അത് സിനിമയിൽ കാണിക്കാൻ വയ്യ. അപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പേരും ആളെയും സ്ഥലവും ഒക്കെ മാറ്റി വേറെ ഏതോ യൂണിവേഴ്സിറ്റി നടക്കുന്ന പോലെ എഴുതേണ്ടി വരിക, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അതായത് എന്നാ വെച്ചാലേ ഇപ്പം ആ സിനിമയിൽ അങ്ങനെ മാറ്റേണ്ടി വന്നെങ്കിലും ആ സംഭവം പബ്ലിക് ഡൊമൈനിലേക്ക് വീണ്ടും വന്നല്ലേ, വന്നു സെർച്ചിൽ വന്നു. അതിന്റെ പർപ്പസ് മീറ്റ് ചെയ്തെന്നുള്ളതാണ്, പൊളിറ്റിക്സോടെ മീറ്റ് ചെയ്തത്. അത് കട്ട് ചെയ്യുകയോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിസ്റ്റമാണ്, സെൻസർ ബോർഡ് അത് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് സിസ്റ്റം ബയാസ്ഡ് ആകുമ്പോൾ നമുക്ക് ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കും. പക്ഷെ ആ പൊളിറ്റിക്സ് പറയാൻ എന്തിനാണ് ആ പൊളിറ്റിക്സ് പറയാൻ ഉദ്ദേശിച്ചത്, ആ പർപ്പസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്തു. എന്താ ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ വിമർശിക്കാൻ കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ ഭയമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എഴുത്തുകാരുടെ രീതി തന്നെ എടുത്തു കഴിയുമ്പോൾ ഗൗരൽകേഷ് വെടികൊണ്ട് മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ പെരുമാൾ മുരുകൻ എഴുത്ത് നിർത്തി നാട് വിടുകയാണ് ചെയ്യുന്നത്. എഴുതാനും ക്രിയേറ്റ് ചെയ്യാനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമുള്ള ആളുകൾ അധികാരത്തിലുള്ള കാരണം പേടിയാണ് ആളുകൾക്ക്. ഇതിൻ്റെ ഒരു സ്ട്രഗിളും കൂടി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മളിപ്പം സിനിമയുടെ കാര്യമാണെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള സിനിമ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. സോഷ്യൽ കോസ് ആണെങ്കിൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമുക്ക് വിമർശനത്തിനെ ഭയക്കുന്ന അല്ല, ഞാനിപ്പോൾ പറയുന്നത് ഇപ്പൊ ആർട്ടിക്കിൾ 15 പോലെ ഒന്ന് അനുരാജ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴും അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നല്ല, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതുണ്ടാക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. പ്രൊഡ്യൂസർ വില്ലിംഗ് ആണ് ഞാൻ ചെയ്യും. എനിക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, അഭിനയിക്കാൻ ഞാൻ ആരെ പേടിക്കണം? ഓക്കെ, അത്രയും പ്രൊഡ്യൂസറിന് ഒക്കെ ഒരു സിനിമയാണെങ്കിൽ ആർട്ടിസ്റ്റ് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. എനിക്ക് അത്തരം പേടികൾ ആർക്കും ഉണ്ടാവില്ല. ഇതിപ്പം അല്ലാത്ത പേടി എന്ന് പറയുന്ന സാധനം പറയുന്നത് ഈ മാസ് അറ്റാക്കിന്റെ പരിപാടിയാണ്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട ഇത് നമ്മൾ നേരിടേണ്ടി വരില്ല. ഞാൻ നേരിട്ട ആളാണ്. പല ഘട്ടങ്ങളിലായി സൈബർ ബുള്ളിങ്ങും പരിപാടിയും തെറിയും എല്ലാം കേട്ടതാണ്. നമ്മളിത് എന്തെങ്കിലും പറയാൻ തീരുമാനിച്ചാൽ നമുക്കത് ഉണ്ടാവും. നേരത്തെ അഭിയും പറഞ്ഞ പോലെ ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ.
ഞാൻ ബേസിക്കലി പറയുന്നത് നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സാധനം രൂപപ്പെടുന്നതിൽ നമ്മുടെ സമൂഹവും നമ്മുടെ നാടൊക്കെ പ്രധാന ഘടകമാണ്. പിന്നെ അപ്പം എന്നെ രൂപപ്പെടുത്തിയതിൽ എൻ്റെ നാട്ടും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ മാതാപിതാക്കൾക്കെല്ലാം എല്ലാവരുടെയും രാഷ്ട്രീയത്തിനും ഭയങ്കര പ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഞാൻ ജനിച്ചത് പയ്യന്നൂർ എന്നുള്ള ഗ്രാമത്തിലാണ്. ഓരോ കിലോമീറ്ററിലും വായനശാലകളുള്ള നാടാണത്. പാർട്ടി ഗ്രാമങ്ങളുള്ള എല്ലാ പാർട്ടികളും ഉണ്ട്. പാർട്ടി മേജർ പാർട്ടി CPM ആണ്. ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെ കുറിച്ചാണ്, വായനകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം വായിക്കാനും ഡിസ്കസ് ചെയ്യാനും അവസരങ്ങളുള്ള നാടകങ്ങൾ കളിക്കുന്ന, തെരുവ് നാടകങ്ങൾ കളിക്കുന്ന, വോളിബോൾ കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്ന, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന നാടാണ്. ആ നാടിന് ഉണ്ടാകുന്ന രാഷ്ട്രീയം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അത് ഒരു കാര്യം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ എനിക്കൊരു മടിയും ദേഷ്യവും മടുപ്പുമില്ല. അതെന്റെ രൂപപ്പെടലിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണ്. ഈ റെയ്ഡ് വരുന്നു എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി മൊത്തം അങ്ങനെ പോവുകയാണ്. അതിൽ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നതായിട്ട് തോന്നാറില്ല പലപ്പോഴും. എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരണം വരുമ്പോൾ പ്രതികരിച്ച ആളുകൾക്കൊക്കെ റെയ്ഡ് വരിക, അതിൽ സ്വാഭാവികതയുള്ള പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ എന്താ പറയുക, പ്രതികരിച്ചാൽ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തമാശയാണോ തോന്നാറ്? അല്ല, ഞാനിപ്പം പറയുന്നത് ഞാനിപ്പോൾ 2ാമത് സിനിമ ചെയ്യുന്നുള്ളൂ. എനിക്കെതിരൊക്കെ പോയി റെയ്ഡിനെ കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ്. അതിന് മാത്രം റെയ്ഡിന് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരാളുമല്ല ഞാൻ. പക്ഷെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. അതെല്ലാവരും എല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എതിർ ശബ്ദങ്ങളെ ആസ്വദിക്കാൻ പറ്റണമെന്നേ. അതൊരു അതെ, അതൊരു സംഗീതം പോലെ ആസ്വദിക്കാൻ പറ്റണം എന്നുള്ളത് കവികൾ പറഞ്ഞതുപോലെ തന്നെയുള്ള യാഥാർത്ഥ്യമായ കാര്യമാണത്. എന്താണ് നിങ്ങൾ ഓപ്പോസിഷൻ കേൾക്കുന്നുണ്ട്, വിമർശന ശബ്ദങ്ങൾ കേൾക്കുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട്? അത് കേൾക്കൂ. നിങ്ങൾ കറക്റ്റ് ചെയ്യണ്ടോ കറക്റ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണ്ട. അതിനൊരു ഒരു അറ്റാക്കിംഗ് മൂഡിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത് ശരിയല്ല. ഈ ഒരുപാട് ഈ സ്ഥലങ്ങൾ മാറിയിട്ടുണ്ടല്ലോ ജീവിതത്തിൽ. കോട്ടയത്തു നിന്നല്ലേ ഇവിടേക്ക് കണ്ണൂരിലേക്ക് വരുന്നത്, പിന്നെ അവിടെ തന്നെ മാറില്ല. ഈ ആളുകളെ മൈഗ്രേറ്റ് ചെയ്യണമല്ലോ, അങ്ങനെ ഒരു മൈഗ്രേഷൻ സ്വഭാവം, അതായത് കുറച്ച് ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറുകയാണ് പല കാര്യങ്ങൾ കൊണ്ട്. അത് നരിവേട്ടയിൽ എന്തെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നരിവേട്ടയുടെ ചില വളരെ ചെറിയ അളവിൽ വന്നിട്ടുണ്ട്. അത് വയനാടെന്ന് പറയുന്നത് കുടിയേറ്റ പ്രദേശമാണ്. വയനാട്ടിൽ ഇപ്പം വയനാടിന്റെ സിറ്റികളിലും വയനാട്ടിലെ തോട്ടങ്ങളും കൈവശപ്പെടുത്തിയല്ല, തോട്ടങ്ങൾ ഓൺ ചെയ്യുന്ന ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു മിക്കതും കുടിയേറ്റക്കാരൊക്കെയാണ്. അത് ഇവിടുന്നുണ്ട്, കർണാടകത്തിൽ നിന്നൊക്കെ ഉള്ളവരുണ്ട്. അപ്പം ആ വയനാട്ടിൽ നമ്മൾ ഇതിന്റെ ഒരു കഥാപശ്ചാത്തലം വയനാട്ടിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ അത്തരം അംശങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഈ സിനിമയുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ ഈ വർഗീസ് പീറ്റർ എന്ന് പറയുന്നതിനകത്തെ പ്രധാന കഥാപാത്രത്തിന്റെ ഒരു യാത്രയാണ്. അപ്പം അതിന് ഇടയിൽ വരുന്ന സംഭവങ്ങളിലും കഥാപാത്രങ്ങളിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഗൺസ് ഉപയോഗിക്കുന്നതിലൊരു പ്രിസിഷൻ ഉണ്ടല്ലോ അനുരാജ്. ഇപ്പം പണ്ടോട്ടെ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മെഷീൻ ഗണ്ണൊക്കെ ഒരു ഐസ്ക്രീം ഒക്കെ പിടിക്കുന്ന ലാഘവത്തോടുകൂടി പിടിക്കുന്ന നായകന്മാരെ നമ്മൾ അന്യഭാഷയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിനൊരു വെയിറ്റേജ് ഉണ്ട്, അതിന് പിടിക്കുന്നതിനൊരു പ്രിസിഷൻ ഉണ്ട്, അതിനകത്തൊരു സയൻസ് തന്നെ ഇൻവോൾവ്ഡ് ആണല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ഗൺ ഇങ്ങനെ പിടിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഗൺസ് യൂസ് ചെയ്യുന്നതിന് എത്രമാത്രം ഒരു ഒതന്റിസിറ്റി ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്? അല്ല, ഗൺസ് നമുക്കൊരു ഗൺ ടീം ഉണ്ടായിരുന്നു ത്രൂഔട്ട്. അവരാണ് നമ്മളെ ഗൺസ് കൊണ്ടുവരികയും അത് ഹാൻഡിൽ ചെയ്യും, ആർട്ടിസ്റ്റിന് കൊണ്ടു കൊടുക്കുകയും ചെയ്ത പരിപാടിയൊക്കെ ചെയ്തത് നമുക്കൊരു ഗൺ ടീം ഉണ്ടായിരുന്നു. ഒരു സംവിധായകം എന്നുള്ളത് നമുക്കത് നോക്കുമ്പോൾ ഫ്രെയിമിൽ ഓക്കോർഡായിട്ടുള്ള പരിപാടി. ഇത് ശരിക്കും സിനിമയാണല്ലോ ഇത്. നമ്മളിപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും ഇപ്പം ഈ സിനിമ ഇവോൾവ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മളെ വെള്ളം നിറക്കുന്ന തോക്കൊക്കെ വെച്ചിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആൾക്കാർ, ഒറിജിനൽ ഗണ്ണായിട്ട്. അന്ന് സാങ്കേതികത അത്ര ചുരുങ്ങിയ കാലത്താണ്. അപ്പം ഇപ്പൊ ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. എന്താണ് AK-47 എന്നുള്ളത് അറിയാം. അതിന്റെ ഒറിജിനൽ ഇമേജ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, അതിന് ലോഡ് അറിയാം, അത് ഫയർ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ കിട്ടും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ സാങ്കേതികമായി അതിന് സൗണ്ട് ചെയ്യണം. പണ്ട് ഈ പറയുന്ന പോലെ മറ്റേ പഴയ വിൻഡോസ് പ്ലെയർ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തലച്ചോറ് ഓപ്പറേഷൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്തുള്ള ടെക്നോളജി വെച്ചിട്ട് പിന്നെ അന്ന് ചെയ്യാൻ പറ്റുന്ന സാധനം അത് ചെയ്തത്. അത് കാലം ഇത്രയും സഞ്ചരിക്കുമെന്നും എന്നുള്ള ഫോർകാസ്റ്റിംഗ് കൂടി വേണമെങ്കിൽ ചെയ്യാം ടെക്നിക്കലി അവർക്ക്. പക്ഷെ അത് അത്തരത്തിലുള്ള ധാരണകളും അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നല്ലതാണ്. ഇല്ലെന്ന് ഭാവിയിൽ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും കുറച്ചധികം പരീക്ഷണം ചെയ്തിട്ടുള്ള സിനിമകളെ റോസ്റ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പാളിപ്പോയിട്ടുള്ള ചില വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ഉണ്ട്. ഇതെപ്പോഴെങ്കിലും റിയാലിറ്റി ചെക്ക് ആവാറുണ്ടോ? അതായത് നമ്മളിങ്ങനെ ഒരു കാരണവശാലും ഈ ഇതിൽ പോയി പെടരുത്, ചെയ്യാൻ പറ്റില്ല ബ്രോ. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ടീം വർക്കാണുള്ളത്. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ആസ് എ സംവിധായകം എന്നുള്ള നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു സിനിമ, മലയാളത്തിൽ ഒരു സിനിമ ചെയ്യേണ്ടി വരും.
അപ്പം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ ബിലീവ് ചെയ്യാന്ന് മാത്രമേ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉള്ളൂ. ഇപ്പം ഇപ്പം എന്താ പറയുക, ഒരു IT മേഖലയിലുള്ള സിനിമ ചെയ്യുന്നതായിരിക്കാം, എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത മേഖലയാണ്. അപ്പം നമ്മൾ 2-3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് IT ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ചിന് വിടുന്നു. നമ്മൾക്ക് എത്തുന്നതിന് പരമാവധി നമ്മൾ പഠിക്കുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ട് ഡയറക്ടർ വെക്കുന്നു, അതിന്റെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ, അവരൊക്കെ നമ്മൾ ബിലീവ് ചെയ്യണം. എന്നിട്ട് അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അവര് തെറ്റിച്ചാൽ നമ്മൾ സിനിമയും തെറ്റി. ഇപ്പൊ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനെ നമ്മൾ പാസിങ്ങിന് വിടുന്നു. ഇപ്പം 1970 നടക്കുന്ന ഒരു സിനിമ നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ നടന്നൊരു സിനിമ, വർക്ക് ചെയ്ത സിനിമ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അത്രത്തെ സാധനങ്ങൾ വരാൻ പാടില്ല. നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കര വലിയ ജംഗ്ഷനാണ്, പക്ഷെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ കാർ അവിടെ ഉണ്ട്, ഫ്രെയിമിലുണ്ട്. അത് ഒന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല, പിന്നെ CG പ്ലേറ്റ് പോകുന്ന സമയത്തും അത് മാർക്ക് ചെയ്തില്ല. അത് പിന്നെ റൗണ്ട് ചെയ്ത് വന്നു സിനിമയിൽ ആൾക്കാർ. അപ്പൊ ആ തരത്തിൽ ആ സമയത്ത് വിശ്വസിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറിനെ ഫോൾട്ട് ചിലപ്പോൾ ടോട്ടൽ സിനിമയെ ബാധിക്കും. അപ്പൊ നമ്മൾ ഈ ഏകീകരണം നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്താലും ചിലപ്പോൾ സമയത്ത് കയ്യിൽ നിന്ന് പാളിപ്പോവാം. ഇപ്പോൾ സിനിമയുടെ എഴുത്തില്ലേ, ഇപ്പോൾ പുഷ്കരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നപ്പോൾ മാറ്റം വെച്ചാൽ വിഷ്വലുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എഴുതുന്നത്. ഒരു വിഷ്വലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആളുകൾ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കസരത്തൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ആ ഒരു മാറ്റം ചെറുകഥയിൽ ഉൾപ്പെടെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം ഡയലോഗുകൾ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ എവിടെ എഴുതണം, അതിന് അഭിൻ വെച്ചിട്ടുള്ളൊരു രീതി എന്താ? അങ്ങനെ ആ ക്യാരക്ടറിനൊപ്പം പോവാന്നുള്ളതാണ്. നമ്മളൊരു പർട്ടിക്കുലർ സീൻ നടക്കുമ്പം ആ സീനിൽ എവിടെയായിരിക്കും ഒരാൾ സംസാരിക്കുക എന്ന് തോന്നുന്നിടത്ത് മാത്രം ഡയലോഗ് മതി. അതിന് മറ്റേ കഥാപാത്രം എപ്പോഴായിരിക്കും മറുപടി പറയുക എന്ന് തോന്നുന്നിടത്ത് മാത്രം ഡയലോഗ് വെച്ചാൽ മതി. ആ ഒരു സീനിന്റെ ഒരു ഭയങ്കര ജൈവികമായ ഒരു വളർച്ച ഉണ്ടല്ലോ. രണ്ടുപേര് ഇരുന്ന് സംസാരിക്കുന്നു, ഒരു പരിചയമില്ലാത്ത രണ്ടുപേര് ഇരുന്ന് സംസാരിക്കും. അതിന്റെ തുടങ്ങുന്ന രീതി വ്യത്യാസമായിരിക്കും. ആ കോൺവെർസേഷന്റെ ഒരു ഗ്രാഫ് വ്യത്യാസം ഉണ്ടാവും. അതേസമയം ചിരകാല സുഹൃത്തുക്കളായ രണ്ടുപേര് വന്നിരുന്ന് സംസാരിച്ചു തുടങ്ങുന്ന രീതി വ്യത്യാസമായിരിക്കും. ഫോർമലായിട്ട് ഓരോ കോൺവെർസേഷന്റെയും ഒരു സ്വഭാവം വ്യത്യാസമാണ്, പശ്ചാത്തലം വ്യത്യാസമാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് സീനും. ഒരു സീനിന്റെ ഒരു ജൈവികമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടല്ലോ, വളരെ നാച്ചുറൽ ആയിട്ട് ഉള്ളൊരു പ്രോഗ്രസ് ഉണ്ട്. ആ പ്രോഗ്രസിനൊപ്പം പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഏറ്റവും നമുക്ക് നീതി പുലർത്താൻ പറ്റുക. ആ സീനിനോടും കഥാപാത്രങ്ങളോടും നമ്മൾ എഴുതുന്ന ഡയലോഗുകളോടും. നമുക്ക് എന്തെങ്കിലും ഡയലോഗ് പറയാണെങ്കിൽ അത് ഒരു ക്യാരക്ടറിന്റെ വായിൽ തിരികെ വെക്കുന്നതിൽ പ്രത്യേകിച്ച് കഥയില്ല. നമ്മുടെ രാഷ്ട്രീയം ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ പഞ്ചിന് വേണ്ടി എഴുതുന്ന ഡയലോഗുകൾ ചിലപ്പോൾ പഞ്ചാവണം ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ക്യാരക്ടേഴ്സിനൊപ്പം ആ ക്യാരക്ടർ ആ സമയത്ത് എന്തായിരിക്കും പറയാൻ സാധ്യത എന്ന് ആലോചിച്ചിട്ട് ആ ഡയലോഗ് എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഇഷ്കിറങ്ങിയ സമയം തൊട്ടിട്ട് ഒരു 3 മാസക്കാലം ഫേസ്ബുക്കിൽ മൊത്തം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇഷ്കും തന്നെയായിരുന്നു ചർച്ച, എല്ലാ ഗ്രൂപ്പുകളിലും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് അന്ന് അവിടെ ഉണ്ടാക്കിയൊരു സ്പാർക്ക് ഉണ്ട്. അത് കുറേ കാലം ആയിട്ട് ഇപ്പോഴും അവിടെ നിന്നാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒക്കെ പ്രോപ്പർ ഒരു സ്റ്റഡിയും അല്ലെങ്കിൽ ആളുകൾ വീഡിയോസൊക്കെ അതിനെപ്പറ്റി ഉണ്ടാക്കാൻ തുടങ്ങുന്നതൊക്കെ ശരിക്കും ഇഷ്ക തുടക്കം. ഇപ്പോൾ നോക്കുമ്പോൾ ആളുകൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മൊത്തമായിട്ട് ഡിനൈ ചെയ്തിട്ടൊക്കെ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം വിനീത് ശ്രീനിവാസൻ്റെ കുറുക്കൻ എന്നുള്ളൊരു സിനിമയിൽ ഒരു രീതിയിൽ അത് പാലിച്ചിട്ടില്ല. ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരാളായത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, ഹോമോസെക്ഷുവാലിറ്റി, ഹോമോഫോബിയ ഒക്കെ അതിൽ നല്ല രീതിയിൽ തമാശയായിട്ടൊക്കെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അതിലാളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ റൈറ്റേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ കോമഡി എഴുതുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാരണം കോമഡി എഴുതാൻ പറ്റുന്നില്ല, കോമഡി പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ അനുരാജിൻ്റെ ഉള്ളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അതേ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ല, ഞാനെന്നുള്ള വ്യക്തി ഞാൻ പറഞ്ഞല്ലോ കാലത്തിനനുസരിച്ച് മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ചിലപ്പോൾ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ എൻ്റെ പൊളിറ്റിക്കൽ ധാരണകൾക്ക് വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്ബോധം. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് അപ്പുറത്ത് സാമൂഹ്യ ബോധം എന്നുള്ള സാധനമുണ്ട്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഇപ്പം നാളെ ഒരു സീൻ എഴുതാനിരിക്കുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എഴുതുന്ന സീനിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് എഴുതുന്ന സാധനം നമ്മൾ മാത്രമല്ലല്ലോ. നമ്മളിപ്പം ഞാനൊരു സാധനം എഴുതി, അല്ല അഭിനയം എഴുതി, ഞാൻ വായിക്കുന്നു. അപ്പം നമുക്ക് രണ്ടും ഒരുപോലെ ശരിയല്ല എന്ന് തോന്നുന്ന സാധനമുണ്ടോ? അപ്പം അതെനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ശരിയെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ഡിബേറ്റിൽ അവൻ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അപകട വശമുണ്ട്, അത് ഞാൻ കൺസീവ് ആവുന്നു. അപ്പോൾ അത് ശരിയാവുന്നു. ഇതാണ് ഒരു സോഷ്യൽ ബീയിങ്ങിന് വേണ്ടത്. നമ്മൾ സൊസൈറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് സോഷ്യൽ ബീയിങ്ങിന് വേണ്ടത് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന തമാശകൾ പറയാതിരിക്കുക, പർപ്പസ്ഫുള്ളി മറ്റൊരാളെ കുത്തിനോവിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഇതൊരു ബേസിക് ധാരണയാണ്. അത് അത് സാമൂഹ്യ ജീവി പുലർത്തേണ്ട കാര്യമാണ്. മനുഷ്യനാണല്ലോ നമ്മൾ. അതല്ലാതെ നിങ്ങളെ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ മറ്റൊരു 5 പേര് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരി
കൊണ്ടുള്ള കയ്യടി നമുക്ക് വേണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് എല്ലാവരും പാലിക്കുന്നതെന്നായിരിക്കും. നമ്മുടെ നാട്ടിലത് നടക്കുകയുള്ളത് അറിയില്ല. ഈ അനൗൺസ് ചെയ്തിട്ട് 2 സിനിമകളുണ്ടല്ലോ, ആ സിനിമകളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? രാജാവാണ് ഉള്ളത്, 2 പിന്നെ നരിവേട്ടാണ്. രാജാവ് ഇനി പ്രൊഡക്ഷൻ ഹൗസിന്റെ നിൽക്കുക. നമ്മൾ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്യുന്നതിന് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടൊരു കോള് എടുക്കണം. എപ്പോഴാണ് ബാക്കിയുള്ളത്? എന്റർടൈനർ നിവിൻ പോളിയാണോ ഉദ്ദേശം? അതെ, എന്റർടൈൻമെന്റ് പോലെയാണ്. ഓക്കെ. ആ സോണിലേക്ക് ആളെ കണ്ടിട്ട് കുറേ ആയി. അതെ അതെ. യെസ്. എന്തായാലും എഴുത്ത് ശക്തമായിട്ട് തന്നെ നടക്കട്ടെ. ഇങ്ങനെയുള്ള സിനിമകൾ വളരെ റയറായിട്ടാണ്, ഒരു പ്രതികരണമായിട്ടാണ് പലപ്പോഴും ആളുകൾ ഉൾക്കൊള്ളാറ്. അപ്പം അങ്ങനെ ആ വിധത്തിൽ സിനിമ സംസാരിക്കട്ടെ, നരവേട്ട ആളുകളിലേക്ക് സംസാരിക്കപ്പെട്ട വർഗീസ് നിലനിൽക്കട്ടെ ആളുകളിൽ. അയാൾ എന്താണ് അയാളുടെ യാത്ര എന്നറിയാൻ കൗതുകമുണ്ട്. നേരത്തെ ഒരുപാട് നമസ്കാരം. താങ്ക് യു.